ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്ന ആളുകളായിരിക്കും. അത് നമ്മൾ മുന്നത്തെ ചലഞ്ചിന്റെ കാര്യത്തിൽ ഹെയർ മസാജ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് നമ്മുടെ ഹെയറിലേക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ മുന്നേ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇൻവേർഷൻ മെത്തേഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവേർഷൻ മെത്തേഡ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതുപോലെ നമ്മൾ അതിൽ വരുന്ന കുറച്ച് ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇൻവേർഷൻ മെത്തേഡ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ റിസൾട്ട് നോർമൽ മസാജിനെക്കാട്ടും എന്ത് റിസൾട്ടാണ് ഈ ഇൻവേർഷൻ മെത്തേഡിൽ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ആളുകൾക്കാണ് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണോ എന്നുള്ള കാര്യങ്ങളോട് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ചാനലിൽ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവർക്കും ഈ പറയുന്നതാണ് ഇൻവേർഷൻ മെത്തേഡ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പം കമന്ന് കിടന്നിട്ട് അതല്ലെങ്കിൽ മുടി മുന്നോട്ട് ഇട്ടിട്ട് മസാജ് ചെയ്യില്ലേ, ആ രീതിയാണ് നമ്മൾ ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് എങ്ങനെയാണ് നമ്മളെ ഹെയറിന്റെയും അല്ലെങ്കിൽ സ്കാൽപ്പിന്റെ കണ്ടീഷനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടിയാണ് നമുക്ക് ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അത് നേരെ ബ്ലഡ് എന്നാണ് ബാക്കിയുള്ള എല്ലാ നമ്മൾ കയ്യിലേക്കാണെങ്കിലും കാലിലേക്കാണെങ്കിലും സ്കിന്നിലേക്കാണെങ്കിലും എന്തിലേക്കാണെങ്കിലും അത് ബ്ലഡ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിൽ കഴിഞ്ഞാൽ അവിടേക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹെയറിന് കിട്ടും. അതിനനുസരിച്ചാണ് നമ്മുടെ ഹെയറിന്റെയും സ്കാൽപ്പിന്റെയും ഒരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കുക. നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിൽ ബ്ലഡ് കൂടാതെ എത്തേണ്ടടത്തിൽ എത്തുതന്നെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നല്ല രീതിയിൽ സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഉണ്ടാവില്ല, നമ്മൾ മുടി വളർന്നു വരുന്ന ഒരു സ്റ്റേജ്, ആ ഒരു ഏരിയ തന്നെ നമുക്ക് ചില ടൈമിൽ നമ്മുടെ മുടി ഭയങ്കര തിന്നായി വരും, ഭയങ്കര നൂലിനെക്കാട്ടും നേരിയതായിട്ട് വരുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് മുടിക്ക് ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും വരിക, സ്പ്ലിറ്റന്റ് വരിക, അതെ ഡാമേജ് ആയി പോവുക, ബ്രേക്ക് ആയി പോവുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു മുടിക്ക് വരും. ഇപ്പൊ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു നമ്മുടെ ഹെയറിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ വരുന്നതെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് വൈഡ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഹെയർ തന്നെ വരും. ഭയങ്കര തിന്നായിട്ട് വെലിഞ്ഞ് നീണ്ട് ഒരു എന്താ ഒരു ചകിരി എന്ന് പറയാം വേണമെങ്കിൽ, ഭയങ്കര ഒരു തിന്നായിട്ടുള്ള മുടി, എന്ത് തൊട്ടാലും പൊട്ടുന്നുള്ളൊരു അവസ്ഥ വരുന്ന ഒരു മുടി ഉണ്ടാവും അല്ലെ, ആ രീതിയിലേക്ക് മാറിപ്പോവും. അപ്പൊ പക്ഷെ ആ ഈ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന സ്റ്റാർട്ടിങ് തന്നെ നല്ല ഗ്രോത്ത് ഉള്ള ഹെയർ ആയിരിക്കും വരിക. അതായത് അതിങ്ങനെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നല്ല രീതിയിൽ നീളം വെച്ച് വന്നോളും. ഈ രീതിയിൽ നിങ്ങൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹെയറിനെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഓൾറെഡി ഹെയർ തിന്നിങ്ങും അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉള്ള ആളുകളാണ്, നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ട് മെലിഞ്ഞ് ഉള്ള മുടിയാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് കുറച്ചുകൂടി ഹെയർ ഫോൾ ഉണ്ട്. അതായത് ഭയങ്കര ഹെവി ആയിട്ടുള്ളതെന്നല്ല, ചെറിയൊരു രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് കിട്ടുക. ഒന്നും നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്കല്ല റിസൾട്ട്, നമ്മൾ ഒരു 1 വീക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പം ഈ ഒരു കാര്യം കറക്റ്റായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പം ഹെയർ തിന്നിങ് ആളുകൾ മുടി പെട്ടെന്ന് കൊഴിയുമ്പോൾ ഇത് എന്തെങ്കിലും കൊഴിഞ്ഞു പോകണം അങ്ങനത്തെ ഒരു വിഷയമാക്കണ്ട. അത് ചെറിയ രീതിയിൽ നമ്മൾ ഓൾറെഡി കൊഴിയാൻ കിടക്കുന്ന ഹെയർ ഉണ്ടാവും, തിന്നായിട്ട് ഭയങ്കര മെലിഞ്ഞ് തീരെ പ്രോട്ടീൻസ് ഒന്നും കിട്ടാത്ത ഹെയർ ഉണ്ടാവും, അതങ്ങ് പോകും. അതിന് പകരം നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഹെയറും നമുക്ക് ഓൾറെഡി ഉള്ള ഹെയറും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പൊ രണ്ടാമത്തത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ അറിയുന്നത് തന്നെയാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 3 to 5 മിനിറ്റ്സ് എങ്കിലും ഈ ഒരു ഹെയർ മസാജ് നിങ്ങൾ ചെയ്യണം. അതായത് ഇൻവേർഷൻ മെത്തേഡിൽ നിങ്ങൾ അത് ചെയ്യണം. അല്ലാതെ നമുക്ക് ഒരു 2 മിനിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോവുക അങ്ങനെയല്ല, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അയ്യോ നാളത്തേക്ക് എന്താണ്, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞു കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കില്ലേ, ആ രീതിയിൽ വേണ്ട. ജസ്റ്റ് കൂളായിട്ട് നിൽക്കുമ്പോൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിയുന്നത് നിങ്ങൾ നൈറ്റ് ടൈം ചെയ്യാൻ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മളെ ഹെയർ ഗ്രോത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി കാണിക്കാൻ നമ്മുടെ ബോഡി ഭയങ്കര റിലാക്സ് ആയിട്ട് നിൽക്കുമ്പോഴാണ്. അതായത് നൈറ്റ് ടൈമിലേക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ടൈം തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് ആ ടൈം ആകുമ്പോൾ ഒരു എന്താ പറയാ ഇങ്ങനെയാണ് നിങ്ങളത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഉറക്കം വരുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയറൊക്കെ നമ്മുടെ സ്കാൽപ്പൊക്കെ ഒരു പ്രത്യേക ഒരു എഫക്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനിപ്പോൾ എങ്ങനെയാണ് എനിക്ക് വർണ്ണിക്കേണ്ടത് എനിക്കറിയില്ല. അത് അങ്ങനെയാണ്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 5 മിനിറ്റ് എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക. 5 കൂടുതൽ പോകണമെന്നില്ല, ഒരു 3 മിനിറ്റ് ടു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ അത് ട്രൈ ചെയ്യാൻ നോക്കുക. ഇതെങ്ങനെ ചെയ്യുന്നത് കാണിക്കുക. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കേരതൈലത്തിന്റെ ഹെയർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ മാക്സിമം ഒരു 2-3 തുള്ളി, അതിൽ കൂടുതൽ ഒരിക്കലാവാതെ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കുളിക്കുന്നതിന്റെ മുന്നേക്ക് ഹെയർ മസാജ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നൈറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ
ക്വാണ്ടിറ്റി എടുക്കുക, അത്രയും ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഫേസിലേക്ക് ഓയിൽ ഇറങ്ങും, നമ്മൾ നൈറ്റ് റിലാക്സ് ആയിട്ട് കിടക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങി വിടും, നമ്മൾ അറിയില്ല, ഭയങ്കര ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുക. അവിടെ എവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക, ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് വലിച്ചു വരുത്തേക്കട്ടെ, ജസ്റ്റ് അവിടെ എവിടെയൊക്കെ ആയിട്ട് തൊട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ഓയിൽ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു കൈ വെച്ച് വരുമ്പോൾ ഭയങ്കര ഒരു ഒരം പോലെ തോന്നും. നമ്മളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നൈറ്റ് ചിലപ്പോൾ കിടക്കുകയായിരിക്കും, ആ ടൈം നമ്മളേക്ക് നമ്മളെ മുടിയിട്ട് ഇപ്പോൾ ഒരു വേർത്ത് കിടക്കുന്ന ഒരു മുടിയാണെങ്കിൽ പോലും ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടുണ്ടാവും ഒരു ടൈമിലേക്ക്. ഫ്രിസി ഡ്രൈ ഹെയർ ആണ്. സ്ട്രെയിറ്റ് ഹെയറും ഓയിലി സ്കാൽപ്പും എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് തന്നെ ചെയ്താൽ മതി, ഒന്നും ചെയ്യാണ്ട് തന്നെ ചെയ്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വെച്ചാൽ എൻ്റെ ചിലത് ടൈമിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി ആ ഓയിലിന്റെ എഫക്റ്റും കൂടി എനിക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഈ ഒരു രീതിയിൽ ഓയിൽ ഉപയോഗിച്ച് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ഓയിലാണെങ്കിലും അത് ഉപയോഗിച്ചോളാം. ഇനിയിപ്പോൾ വിറ്റാമിൻ്റെ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം. കാസ്റ്റർ ഓയിൽ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് വെയിറ്റ് കൂടിയ ഓയിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ ഇതെടുക്കുന്നതിൻ്റെയും കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് എല്ലാ കയ്യിലും കൂടെ ആക്കിയിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നോക്കാം. നഖമുള്ള ആൾക്കാർ നഖത്തിനെ കൊണ്ട് സ്കാൽപ്പ് മസാജ് ചെയ്യരുത്. ജസ്റ്റ് ഫിംഗറിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് മാത്രം ചെയ്യട്ടോ. ഇത്ര മാത്രം ചെയ്താൽ ഇതിൽ കൂടുതൽ ചെയ്യണ്ട. ഫസ്റ്റ് വന്നത് ഈ ഒരു രീതിയിലാണ്. അത്യാവശ്യം നിങ്ങൾ നമ്മളെ ബെഡിന്റെ താഴേക്കായിട്ട് ഇറങ്ങി നമ്മളെ കഴുത്ത് കുറച്ച് പകുതി ഭാഗം താഴേക്കുള്ള ലെവലിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മളെ മുടി ഇതേപോലെ ആക്കിയിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ, അതിൽ കറക്റ്റായിട്ട് അവിടെ ഫോക്കസ് ചെയ്തിട്ട് ഒരയ്ക്കാനല്ല പറയുന്നത്, ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ റൊട്ടേറ്റാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ രണ്ട് മുടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. അപ്പം നല്ല രീതിയിൽ സ്കാൽപ്പിൽ തൊട്ടും കൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ മസാജ് ചെയ്യുക. ജസ്റ്റ് റൗണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളതൊന്ന് കയറി കണ്ടു നോക്കുക. ആ രീതിയിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കൂളായിട്ട് നിൽക്കുക. ആ രീതിയിൽ നമ്മൾ ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യരുത്. വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുക, കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. കഴുത്തിൻ്റെ അടിഭാഗത്തേക്കും അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിൻ്റെ മൂർധാവിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ കൂടെ നല്ല രീതിയിൽ മസാജാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ പുറത്ത് മുടി വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കരുത്. പിന്നെ അതേപോലെ കൈ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരു ഭാഗത്ത് ജസ്റ്റ് സിംഗിളായിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ട. രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വരുന്ന രീതിയിലാക്കുക. ഇത് ഞാൻ ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ. നമ്മളൊന്നൊരു ഇളക്കം തട്ടുന്ന പോലെ തോന്നും. നിങ്ങളത് ചെയ്ത് നോക്കിയത് രണ്ട് കൈയും ഇങ്ങനെ കൂട്ടിയതാക്കിയിട്ട് ജസ്റ്റ് നമ്മളെ മുടിനെ നമ്മൾ അമർത്തി പിടിച്ച് വെക്കുമ്പോൾ നമ്മളെ സ്കാൽപ്പ് നല്ല രീതിയിലൊരു മൂവ്മെന്റ് ഉള്ള പോലെ തോന്നും. നിങ്ങൾക്ക് ലാസ്റ്റ് അത് കഴിഞ്ഞ ശേഷം ഈ രീതിയിൽ ചെറുതായിട്ടും ഡാബ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഇതിൽ അങ്ങനെ അടിച്ച് പൊട്ടിക്കുന്ന പോലെയല്ല, മെല്ലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം നിങ്ങൾ റിലാക്സ് ആയിട്ട് നിന്ന് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് വരുന്നത്. നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കുറച്ചും കൂടി ഒന്ന് വോളിയം പോലെ നിങ്ങൾക്ക് തോന്നുക. നല്ല രീതിയിൽ മസാജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത രീതി വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ മുടി മുന്നോട്ട് ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ആണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഉരയ്ക്കരുത്. ഉരച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല, പിന്നെ നിങ്ങളത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുക. നല്ല രീതിയിൽ സ്കാൽപ്പ് തൊട്ടുകൊണ്ട് തന്നെ ചെയ്യാൻ നോക്കുക. സ്കാൽപ്പ് തൊടാതെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, വിറ്റാമിൻ ഇ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതേപോലെ സ്കാൽപ്പിനൊരു മൂവ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. കുറച്ചും കൂടി ബെറ്റർ നൈറ്റ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലായിട്ട് മുടി കെട്ടിയിട്ട് ജസ്റ്റ് കിടക്കുക. അത്ര മാത്രമേ പണിയുള്ളൂ രാത്രി ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എത്ര ടൈം ചെയ്യണം, ഒരു മാസം എത്ര ടൈം ചെയ്യണം എന്നുള്ളൊരു ഏകദേശം ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ട, നല്ല സുഖമുള്ള പരിപാടിയല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട എന്നുള്ള. നിങ്ങൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു 1 വീക്ക് ചെയ്യാം. 1 വീക്ക് ചെയ്യാൻ ചിലപ്പോൾ ആ 1 വീക്ക് നമുക്കൊരു 1 ഇഞ്ച് 2 ഇഞ്ചിന്റെ അടുത്ത് നമ്മൾ നീണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ പോകും. അപ്പൊ അതിന് വരാൻ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, ദെൻ കണ്ടിന്യൂ ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഈ രീതിയിൽ അത് വെച്ചിട്ട് മറന്നു പോകരുത്. കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇതേപോലെ ചെയ്യാം. അതുപോലെ ഇതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആളുകളുണ്ടാവും, ചിലപ്പം ഇയർ ബാലൻസിന്റെ നോക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ കണ്ണിന്റെ സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, എന്ത് സർജറി കഴിഞ്ഞ ആളുകളാണെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് അത് കമഴ്ന്ന് കിടന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ആ രീതിയിൽ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ലെവലിൽ നിന്ന് കുറച്ചും കൂടുതലായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് ആർക്കൊക്കെ
ഒക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമ്മള് വേറെ സൈഡ് എഫക്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും നമ്മളത് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുക്കുകയാണ്, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി എടുക്കുന്നതിനെ കൊണ്ട് ആ ടൈം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തരുന്നു. അപ്പൊ നമ്മള് ഒരു നൈറ്റ് നിങ്ങൾ ഒരു ഹെയർ കെയർ ചെയ്യുമ്പോൾ ഇത് എന്തായാലും അതിലൊരു പാർട്ടാക്കി മാറ്റുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഹെയർ കെയർ ചലഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹെയർ കെയർ ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നൈറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ല രീതിയാണ്. നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് എന്തായാലും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.